ഹലോ, വെൽക്കം ബാക്ക് ടു ബ്രെയിൻസ് യൂട്യൂബ് ചാനൽ. ഈ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയുടെ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ചാപ്റ്റേഴ്സ് മാത്രമാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. നോൺ മെറ്റൽസ് എന്നും അതുപോലെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഈ 2 ചാപ്റ്ററും കൂടിയാണ് ഇനി കെമിസ്ട്രിയുടെ പോർഷനിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് നോക്കുക. ദെൻ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള, അതായത് നാച്ചുറലി ഒക്യുർ ചെയ്യുന്നതും അതല്ലാത്തതുമായ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും ഒക്കെ നമുക്കറിയാവുന്ന കുറേ മൂലകങ്ങളെ അവരുടെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടാബുലർ ഫോമാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് നോൺ എലമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ പ്രോപ്പർട്ടീസ് ഇൻ എ ടാബുലർ കോളം. അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കൂടി എന്ത് ചെയ്തിരുന്നു, അവരുടെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടാബുലർ ഫോമാണ് ഈ പറയുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് അല്ലേ? ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞു എന്ന് മാത്രം. ദെൻ ഇപ്പോഴുള്ള പീരിയോഡിക് ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് വർഷങ്ങളോളം എടുത്തിട്ട് ഓരോരോ സയൻറ്റിസ്റ്റുകളും പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് എന്താണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമായിരിക്കും, ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഈ പറയുന്ന പീരിയോഡിക് ടേബിളിൻ്റെ മേലെ ഓരോരോ അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഡോബറെയ്നർ, അതുപോലെ ന്യൂലാൻഡ്സ്, മെൻഡലീവ്, അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിൾ, ഇന്നത്തെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് പഠിക്കുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ആദ്യകാലങ്ങളിൽ നടന്നിരുന്നും കൂടി ഒന്ന് പഠിക്കാനുണ്ട്. സിലബസ് പ്രകാരം അതും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം. ജസ്റ്റ് അല്ലാതെ ഒന്ന് പോയിൻ്റ് വൈസ് ചെയ്തിട്ട് എഴുതിയിട്ടേ ഉള്ളൂ. കാര്യമായി ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണമെന്നില്ല എന്താണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കിയാൽ മതി. പെട്ടെന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോബറെയ്നറുടെ ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയുന്ന ഒരു ലോ. ഓക്കെ, അത് ഡോബറെയ്നർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആ ഒരു കാലഘട്ടത്തിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് പഠനം നടത്തിയിരുന്നത്. 1829 കാലഘട്ടത്തിലാണ്. അദ്ദേഹം എന്താ ചെയ്തത്? പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെൻസിനെയും ഒരു പ്രത്യേകം കൂട്ടങ്ങളായിട്ട് അറേഞ്ച് ചെയ്തു. അതായത് ട്രയാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെൻസിനെയും കൂടി എന്ത് ചെയ്തു? ഓരോരോ കൂട്ടങ്ങളായിട്ട് അദ്ദേഹം അറേഞ്ച് ചെയ്തു. ഓരോ ഗ്രൂപ്പിലും അദ്ദേഹം എന്ത് ചെയ്തു? 3 വീതം എലമെൻസുകൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. 3 എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകൾ, അതിനെയാണ് അദ്ദേഹം ട്രയാഡ്സ് എന്ന് വിളിച്ചത്. ഓക്കെ, ദ എലമെൻറ്റ്സ് കുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 3, ദാറ്റ് ഈസ് കോൾഡ് ട്രയാഡ്സ്. ട്രയാഡിലേക്ക് സെലക്ട് ചെയ്യുന്ന 3 പേർക്കും ഓരോരോ പ്രത്യേകതകളുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ എലമെൻസിനെയും ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തുവെങ്കിലും ഒരു ഗ്രൂപ്പിൽ 3 ആളാണെന്ന് പറഞ്ഞു. ആ 3 പേർക്കും, ഒരു ട്രയാഡിൽ സെലക്ട് ചെയ്യപ്പെടുന്ന 3 പേർക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരിൽ 2 പേരുടെ അറ്റോമിക് മാസിൻ്റെ മീനായിരിക്കും തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അറ്റോമിക് വെയ്റ്റ് ഓഫ് മിഡിൽ എലമെൻറ്റ് വാസ് നിയർലി ദ മീൻ ഓഫ് അറ്റോമിക് വെയ്റ്റ് ഓഫ് ദി അതർ 2. 3 പേരിൽ 2 പേരുടെ അറ്റോമിക് മാസിൻ്റെ മീനായിരിക്കും തേർഡ് എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ വെയ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ലോ ഓഫ് ട്രയാഡ്സിലൂടെ ഡോബറെയ്നർ നമുക്ക് മുന്നിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട്. അതായത് എന്താണ്, ഇപ്പോൾ ഞാനവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ലിഥിയം കൊടുത്തിട്ടുണ്ട്, സോഡിയം കൊടുത്തിട്ടുണ്ട്, പൊട്ടാസ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആദ്യത്തെയും ലാസ്റ്റത്തെയും മിഡിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റിൻ്റെ കാര്യമാണ്, അറ്റോമിക് മാസിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പോൾ 2 സൈഡിലുള്ള ഫസ്റ്റിലത്തെയും മൂന്നാമത്തെയും തേർഡ് പൊസിഷനിലും ഇരിക്കുന്ന 2 എലമെൻറ്റുകളുടെ അറ്റോമിക് മാസിൻ്റെ മീനായിരിക്കും സെൻറ്ററിലുള്ള എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡോബറെയ്നർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ഹി കുഡ് നോട്ട് ക്ലാസിഫൈ ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ടു ട്രയാഡ്സ്. എന്ത് ചെയ്യാൻ പറ്റിയില്ല? എല്ലാ എലമെൻസിനെയും, ചില എലമെൻസൊക്കെ ഇങ്ങനെ ട്രയാഡ്സുകളായിട്ട് അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അതിലുള്ള, അതായത് പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ എലമെൻസിനെയും എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ ഒരു ട്രയാഡ്സിൻ്റെ ഫോമിലേക്ക് അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടെത്തലിനുള്ള വലിയൊരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. ദെൻ ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ടാണ് അടുത്തുള്ള ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒക്ടേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. 1865 കാലഘട്ടത്തിലാണ് ചെയ്തത്. ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് നമ്മുടെ സപ്തസ്വരങ്ങളില്ലേ, സരി ഗമ പധ നിസ അല്ലേ, സപ്തസ്വരങ്ങൾ. അത് ഒരു എക്സാമ്പിളായിട്ട് ഇതിന് പറയാവുന്നതാണ്. എന്താ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സപ്തസ്വരങ്ങളിൽ എന്താണ്? സ രി ഗ മ പ ധ നീ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് സായാണ്. അതായത് 7 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ സരി ഗമ പദനി കഴിഞ്ഞ് വീണ്ടും സായാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ആണല്ലോ. അപ്പോൾ എന്താണ്? അതേ ഒരു തിയറിയാണ് ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞത്. എന്താണ്? 7 എലമെൻറ്റ്സ് കഴിഞ്ഞാൽ 8ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് വണ്ണിൻ്റെ സെയിം പ്രോപ്പർട്ടിയാണ് എന്ത്? 7 എലമെൻറ്റ് കഴിഞ്ഞ് വരുന്ന 8ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്നും പറയുന്നത്. ഇഫ് ദ എലമെൻറ്റ്സ് വേർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് അറ്റോമിക് വെയ്റ്റ്സ് ദ 8th എലമെൻറ്റ് പ്രോസസ് പ്രോപ്പർട്ടീസ് ടു ദ സിമിലർ ടു ദി ഫസ്റ്റ്. അതായത് അറേഞ്ച് ചെയ്തത് എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൻ്റെ അല്ലെങ്കിൽ അറ്റോമിക് വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അദ്ദേഹം ഈ പറയുന്ന എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. പിന്നെന്താണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, 8ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് പീരിയോഡിസിറ്റി പോലെ, അതായത് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത് 8ാമത്തെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സിൽ പറയുന്നത്. ദെൻ അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എലമെൻറ്റ്സ് ബിയോണ്ട് കാൽസ്യത്തിന് ശേഷമുള്ള ബിയോണ്ട് കാൽസ്യം എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു ലോ ഫോളോ ചെയ്യുന്നില്ല. കാൽസ്യം വരെയൊക്കെ എന്താണ്? ഈ പറയുന്ന ലോ ഓഫ് ഒക്ടേവ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് 7ാമത്തെ എലമെൻറ്റ് കഴിഞ്ഞാൽ 8ാമത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. പക്ഷേ കാൽസ്യം കഴിഞ്ഞ ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടുള്ള എലമെൻറ്റ്സ് ഈ പറയുന്ന ലോ ഓഫ് ഒക്ടേവ്സ് ഒബേ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്കായിട്ടാണ് പറയുന്നത്. ന്യൂലാൻഡ്സിൻ്റെ ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ട് അടുത്തത് വന്ന ഒരു പീരിയോഡിക് ലോ ആണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് യൂസ് ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു രൂപമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക കേട്ടോ. അദ്ദേഹം എന്താ ചെയ്തത്? ന്യൂലാൻഡ്സ് ചെയ്ത പോലെ തന്നെ എലമെൻസിനെ അറേഞ്ച് ചെയ്തത് ഇൻ ഓർഡർ ഓഫ് അറ്റോമിക് മാസസ് ഓർ വെയ്റ്റ്. അറ്റോമിക് മാസിൻ്റെ അല്ലെങ്കിൽ വെയ്റ്റിൻ്റെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് അദ്ദേഹം എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചും കൂടി ഒന്ന് അംഗീകരിക്കപ്പെട്ടതാണ്. ഓക്കെ, the properties of the elements are a periodic function of their atomic weights. എന്താണ്? അറ്റോമിക് വെയ്റ്റിൻ്റെ എലമെൻസുകളുടെ പ്രോപ്പർട്ടി, അതായത് അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിസിൽ, അറ്റോമിക് മാസിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ഈ പറയുന്ന എലമെൻസിനെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പല എലമെൻസും പണ്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും പുതിയ എലമെൻസൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ബട്ട് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്ത്? ഭാവിയിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള എലമെൻസിൻ്റെ സെയിം പ്രോപ്പർട്ടിയിലുള്ള വേറെയും എലമെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു?
അദ്ദേഹം കണ്ടെത്തിയ ആ എലമെൻസിൻ്റെ സെയിം പ്രോപ്പർട്ടിയിൽ വരുന്ന എലമെൻസുകൾക്ക് ഇരിക്കാനായിട്ട് അദ്ദേഹം പ്രത്യേകം പ്ലേസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിന് വലിയൊരു മെറിറ്റായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് അലുമിനിയം, അതുപോലെ സിലിക്കണൊക്കെ പറയാം. അലുമിനിയത്തിന് താഴെ സ്പേസ് ഇട്ടിരുന്നു, അതൊക്കെയാണ് എക്ക അലുമിനിയം, അതുപോലെ എക്ക സിലിക്കൺ എന്നൊക്കെ പറയുന്ന എലമെൻറ്റ്സ്. ഓക്കെ, ദെൻ അതിൽ ഒരു ചെറിയൊരു ഡീമെറിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിനെ മോഡിഫൈ ചെയ്തത്. എന്താണ് ഡീമെറിറ്റ് എന്ന് പറയുന്നത്? ഇദ്ദേഹത്തിന് പറഞ്ഞ ആ ഒരു ലോ പ്രകാരം പൊസിഷൻ ഓഫ് H2 ഹൈഡ്രജൻ ഈസ് നോട്ട് സെർട്ടിൻ പ്ലേസ്ഡ് വിത്ത് ആൽക്കലി മെറ്റൽസ് ആൾസോ വിത്ത് ഹാലോജൻസ്. എന്താ പറയുന്നത്? അതായത് ഹൈഡ്രജൻ്റെ ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആൽക്കലി ആയിട്ടും അതേപോലെ ഹാലോജനായിട്ടുള്ള പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. രണ്ട് പ്രോപ്പർട്ടീസും ഒരേപോലെ കാണിക്കുന്നു. സോ അദ്ദേഹം എലമെൻസിൻ്റെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് സം കേസ് ഇറ്റ് ഈസ് വയലേറ്റഡ്. അതായത് ഹൈഡ്രജൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് പറയാനും സാധിച്ചില്ല. അതേപോലെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചില കേസിൽ എന്ത് ചെയ്തിരുന്നു, അതിൽ നിന്നും ഒരു വയലേഷൻ സംഭവിച്ചിരുന്നു. ആ ഒരു ലോ ഒബേ ചെയ്യാത്ത രീതിയിലായിരുന്നു ചില എലമെൻസിൻ്റെ കേസിൽ. ഓക്കെ, ദെൻ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോർമൽ പെയേഴ്സ്, അതായത് ഇൻ സർട്ടൻ പെയേഴ്സ് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വാസ് നോട്ട് ഒബേഡ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചില കേസിൽ അത് ഒബേ ചെയ്തിരുന്നില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് ആർഗണും അതുപോലെ പൊട്ടാസ്യം എടുത്തു കഴിഞ്ഞാൽ ആർഗൺ എന്ന് പറയുന്നതിൻ്റെ നമ്പർ 40, പൊട്ടാസ്യം എന്ന് പറയുന്നത് 39. അപ്പോൾ എന്താണ്, ആർഗണിനെ പൊട്ടാസ്യത്തിൻ്റെ മുന്നെയാണ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു അബ്നോർമാലിറ്റി, അവിടെ ചില അബ്നോർമാലിറ്റി പെയേഴ്സിൽ ഈ വ്യത്യാസം കാണിച്ചിരുന്നു. ഓക്കെ, ഇതൊക്കെ ഡീമെറിറ്റുകളായിട്ടാണ് പറയുന്നത്. ദെൻ പൊസിഷൻ ഓഫ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സിൻ്റെയും ആക്ടിനോയിഡ്സിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത് മെയിൻ പീരിയോഡിക് ടേബിളിലല്ല അവരുടെ പ്ലേസ്മെൻറ്റ് ചെയ്തിരുന്നത്. എവിടെയാണ്? അറ്റ് ദ ബോട്ടം, താഴെയാണ് അവർക്ക് ഒരു പ്രത്യേകം ടേബിളാക്കിയിട്ട് കൊടുത്തിരുന്നത്. അത് സാധാരണത്തെ മെയിൻ ടേബിളിലല്ല അവർക്ക് ആ ഒരു പൊസിഷൻ കൊടുത്തിരുന്നത്. അടുത്തതാണ് പൊസിഷൻ ഓഫ് ഐസോട്ടോപ്സ്. എന്താണ് ഒരു ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിം അറ്റോമിക് നമ്പറും അതുപോലെ ഡിഫറെൻറ്റ് മാസ് നമ്പർ ഉള്ളതാണ് എന്ത്, ഐസോട്ടോപ്പുകൾ അല്ലേ? ഈ ഐസോട്ടോപ്പുകളായിട്ട് ഇപ്പോൾ നമുക്ക് കാർബണിൻ്റെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഒക്കെ ഉണ്ട് അല്ലേ? ഒരാളെ തന്നെ പല പല രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൻ്റെ ബേസിസിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം എലമെൻസിനെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ കേസ് പറയുമ്പോൾ C12, C13, C14 ഒക്കെ പറയുമ്പോൾ എന്താണ്, എല്ലാവർക്കും പ്രത്യേകം പൊസിഷൻസ് കൊടുക്കേണ്ടി വരും അല്ലേ? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൻ്റെ ബേസിസിൽ പറയുമ്പോൾ ഐസോടോപ്പിന് എന്ത് വേണം? ഈ പറയുന്ന ആ ഒരു പൊസിഷൻ കൊടുക്കേണ്ടി വരും, പ്രത്യേകമായിട്ടുള്ള പൊസിഷൻ കൊടുക്കേണ്ടി വരും. ബട്ട് അങ്ങനെ ഒരു പൊസിഷനിങ് ഈ പറയുന്ന ഐസോടോപ്പിന് അദ്ദേഹം കൊടുത്തില്ല. പകരം എന്ത് ചെയ്തു? ഒരൊറ്റ എലമെൻ്റായി തന്നെ അവരെ എഴുതുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐസോടോപ്പിൻ്റെ പൊസിഷനിങ് അദ്ദേഹം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ പിന്നെ പറഞ്ഞിരുന്നത് എന്താണ്? സം സിമിലർ എലമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഡിസിമിലർ എലമെൻറ്റ്സ് ആർ ഗ്രൂപ്പഡ് ടുഗദർ. എന്ത് ചെയ്തു? സെയിം പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെൻസിനെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ ഡിസിമിലാരിറ്റി കാണിക്കുന്ന എലമെൻസിനെ ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ദെൻ കോസ് ഓഫ് പീരിയോഡിസിറ്റി എമംഗ് ദ എലമെൻറ്റ്സ് നോട്ട് എക്സ്പ്ലെയിൻഡ്. എന്താണ്? പ്രോപ്പർട്ടീസ് എന്തുകൊണ്ട് വന്നു, ഇങ്ങനെ ഈ ഒരു പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു പീരിയോഡിക് ലോയുടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു ലോ പ്രകാരം ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു പീരിയോഡിക് ടേബിളിൽ നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ എന്നാണ് പറയുന്നത്. അത് കണ്ടെത്തിയത് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് മോഡേൺ പീരിയോഡിക് ടേബിളാക്കിയിട്ട് മാറ്റിയത്. ഓക്കെ, എക്സ്റേൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രവർത്തനം ചെയ്തത്.
അത് ഈ മെൻഡലിയൻ്റെ പീരിയോഡിക് ടേബിളിനെ മൊത്തമായിട്ട് തള്ളിക്കളയാതെ, കാരണം എന്താണ്, അദ്ദേഹം എല്ലാ എലമെൻസിനും പ്രത്യേകമായിട്ടുള്ള സ്ഥാനം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ ഇനി വരാനിരിക്കുന്ന എലമെൻസിനൊക്കെ ഓരോരോ പ്ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ഒരുപാട് മെറിറ്റുകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേബിളിന് അല്ലേ. അപ്പോൾ അതിനെ മൊത്തത്തിൽ തള്ളിക്കളയാതെ അതിനൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണ് ഈ ഹെൻറി മോസ്ലി ചെയ്തത്. അദ്ദേഹം എന്താ ചെയ്തത്, നമ്മൾ മെൻഡലിയേവിൻ്റെ കേസിൽ പറഞ്ഞത് അദ്ദേഹം എന്താ ചെയ്തത്, എലമെൻസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്, അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഓർ വെയിറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എലമെൻറ്റിനെ അറേഞ്ച് ചെയ്തത്. പക്ഷേ ഹെൻറി മോസ്ലി എന്താ ചെയ്തത്, അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസിങ് ദെയർ അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസിന് പകരം അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് നോക്കാം. The physical and chemical properties of the elements are പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഈ പറഞ്ഞ കാര്യം തന്നെ, അറ്റോമിക് നമ്പറിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്, ഒരു എലമെൻസിൻ്റെ എല്ലാ ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അദ്ദേഹം ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിൽ ആണ് അദ്ദേഹം എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, ദെൻ നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടൊക്കെ അറിയാം. അപ്പോൾ ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് വൈസ് സെറ്റ് ചെയ്താം. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു റോസും കോളംസും ഉള്ളതാണ് അല്ലേ. എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ റോകളിലും കോളമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻ എലമെൻറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് കെമിക്കൽ സിമ്പൽ. ഒരു എലമെൻറ്റിനെ എങ്ങനെയാണ് അദ്ദേഹം അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, കെമിക്കൽ സിമ്പൽ വെച്ചിട്ടാണ് അദ്ദേഹം അതിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈഡ്രജൻ എന്നുള്ളത് നമ്മൾ ഹൈഡ്രജൻ നീട്ടി വലിച്ച് എഴുതില്ല, എച്ച് എന്ന് മാത്രം എഴുതുന്നത് അല്ലേ. ഹീലിയം ആകുമ്പോൾ എച്ച് ഇ, അല്ലെങ്കിൽ ഓക്സിജൻ ആകുമ്പോൾ ഒ, നൈട്രജൻ ആകുമ്പോൾ എൻ, ഫ്ലൂറിൻ ആകുമ്പോൾ എഫ്, അതുപോലെ സോഡിയം ആകുമ്പോൾ എൻ എ, പൊട്ടാസ്യം ആകുമ്പോൾ കെ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അതുപോലെ കെമിക്കൽ സിമ്പലായിട്ടാണ് അതിൽ എലമെൻറ്റിനെ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കെമിക്കൽ സിമ്പൽ വെച്ചിട്ടാണ് എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ആ സിമ്പലിൻ്റെ മുകളിൽ എഴുതുന്ന നമ്പറാണ് മാസ് നമ്പർ. ദെൻ താഴെ എഴുതുന്ന നമ്പറാണ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാസ് നമ്പർ മുകളിലും അറ്റോമിക് വെയിറ്റ് താഴെയാണ് എഴുതുന്നത്, സിമ്പലിൻ്റെ താഴെയും മേലെയും. അത് നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ് അല്ലേ. റോകളെ വിളിക്കുന്ന പേരാണ് പീരിയഡ്, 7 പീരിയഡാണുള്ളത്. ദെൻ കോളത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് എത്ര ഉണ്ട്, 18 ഉണ്ട്. ഓക്കെ, നമ്പറോളം നിർത്തി വയ്ക്കുക, 7 പീരിയഡും 18 ഗ്രൂപ്പുമാണുള്ളത്. ദെൻ ഗ്രൂപ്പും പീരിയഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കലി കോളമായിട്ടാണ് ഈ പറയുന്ന എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പീരിയഡ് ആകുമ്പോൾ എന്താണ്, ഹൊറിസോണ്ടൽ റോസ് ആണ്. ദെൻ എലമെൻറ്റ്സ് ഹാവ് സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഗ്രൂപ്പിൽ എന്താ പറയുന്നത്, എലമെൻസിനെ ഏകദേശം സിമിലറായിട്ട്, അതായത് അവരുടെ പ്രോപ്പർട്ടീസിലൊക്കെ ഏകദേശം സിമിലാരിറ്റി ഉള്ള രീതിയിലാണ് ഗ്രൂപ്പുകളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ പീരിയഡിൽ എങ്ങനെയാണ്, അവർ തമ്മിൽ ആ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് തമ്മിൽ ഒരു അതായത് സെയിം ആവണം എന്നുള്ളൊരു നിർബന്ധമില്ല. അതായത് അവരുടെ പ്രോപ്പർട്ടീസിൽ ഒരു എന്താ പറയുക, സിമിലാരിറ്റി ഉണ്ടാവണമെന്നില്ല പീരിയഡിൻ്റെ കേസിൽ. പക്ഷേ ഗ്രൂപ്പിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഏകദേശം അവരുടെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലായിരിക്കും. ഓക്കെ, ദെൻ പീരിയഡിൽ എന്താ പറയുന്നത്, ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ആൾവേസ് ആൻ എക്സ്ട്രീംലി ആക്റ്റീവ് സോളിഡ്, ലാസ്റ്റ് എലമെൻറ്റ് ഈസ് ആൾവേസ് ആൻ ഇനാക്റ്റീവ് ഗ്യാസ്. എന്താ പറയുന്നത്, ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, മെറ്റൽസ് ആയിട്ടായിരിക്കും. ദെൻ ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ് ആയിരിക്കും. ഓക്കെ, ഗ്രൂപ്പിൽ എന്താ പറയുന്നത്, ഓൾ എലമെൻറ്റ്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. അതായത് ഗ്രൂപ്പിൽ എല്ലാ എലമെൻറ്റ്സിനും വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഗ്രൂപ്പിൽ ഈ പറയുന്ന ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും, വൈറ്റ് ഷൈനി മെറ്റൽസൊക്കെ ആയിരിക്കും പറയുന്നത്. ദെൻ ഇത്രയാണ് ഗ്രൂപ്പും പീരിയഡും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദ പീരിയോഡിക് ടേബിൾ. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ 7 പീരിയഡിൽ എങ്ങനെയായിരിക്കും ഈ പറയുന്ന എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്, അതായത് എലമെൻറ്റ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ദയർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അവരുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, എലമെൻറ്റ്സിനെ
ഈ പറയുന്ന ഒരു ഓർഡറിൽ നമ്മൾ എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എനർജി കുറഞ്ഞവയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഓർബിറ്റിൽ ഫില്ലാവുന്നത്, ഫസ്റ്റ് ഷെല്ലിൽ ഫില്ലാവുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നോക്കുക. അവിടെ ആ ഡയഗ്രത്തിൽ ഇവിടെ ഞാൻ ആരോ മാർക്ക് ഇടാൻ മറന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ആരോ മാർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്, എസ് ഷെല്ലിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ മെയിൻ ഷെല്ലുകൾ ഏതൊക്കെയാണ്, എസ്, പി, ഡി, എഫ്. ഇതാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യുന്നത് ഏതിലായിരിക്കും, എസ്സിലായിരിക്കും. ഓക്കെ, എസ്സിൽ എന്താണ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ഉണ്ട്, എസ്സിൽ 2 ഇലക്ട്രോൺസാണ് ഉള്ളത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. അതായത് നമ്മൾ കോളൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതിൽ പറയും ഇതിൽ 2 ഇലക്ട്രോൺസാണ്, അതായത് എസ് ഷെല്ലിൽ. ദെൻ പി ആവുമ്പോൾ എന്താണ്, നമ്മൾ 3 കോളാക്കിയിട്ട് തിരിക്കുന്നു. അതിലെന്താണ് 3 കോളത്തിലും ഈ 2 ഇലക്ട്രോൺസ് വീതം. അപ്പോൾ എത്ര ഉണ്ടാവും, മൊത്തം 6 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ദെൻ ഡിയിലാവുമ്പോൾ 10, എഫിലാവുമ്പോൾ 14. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഷെല്ലുകളിലുള്ള ഇലക്ട്രോൺസുകളുടെ ഫില്ലിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പീരീഡ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും, അത് എസ് ഷെല്ല് മാത്രമാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ 1s. ദെൻ സെക്കൻഡ് പീരീഡ് ആകുമ്പോൾ അവിടെ എസ്സും പിയും ഉണ്ടായിരിക്കും, അപ്പോൾ 2s 2p. ദെൻ തേർഡ് പീരീഡ് ആകുമ്പോൾ അവിടെ എസ്സും പിയും, അതായത് 3s 3p 3s 3p. ദെൻ ഫോർത്ത് പീരീഡ് ആകുമ്പോൾ എന്താണ്, അവിടെ 4s 3d 4p. അങ്ങനെയായിരിക്കും അറേഞ്ച്മെൻറ്റ് പറയുന്നത്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് എസ്സിൻ്റെ, സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് എസ്സും പിയും ഉണ്ടായിരിക്കും, തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ എസ്സും പിയും ഡിയും ഉണ്ടായിരിക്കും, ദെൻ ഫോർത്ത് എന്ന് പറയുമ്പോൾ എസ് പി ഡി എഫ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാനവിടെ പറഞ്ഞ തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 3s 3p എന്നാണ് പറഞ്ഞത് അല്ലേ. അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം എന്ത് ചെയ്യുന്നു, ഫില്ലാവുന്നത് എനർജി കുറഞ്ഞ ലെവലിലാണ് ഫസ്റ്റ് ഫില്ലാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം 1s ഫില്ലാവും. ദെൻ അത് കഴിഞ്ഞിട്ട് എങ്ങനെ വരുന്നത്, ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടതാണ്. 1s കഴിഞ്ഞാൽ 2s ഫില്ലാവും, ദെൻ 2p ഫില്ലാവും, ദെൻ 3s ഫില്ലാവും. അത് കഴിഞ്ഞ് 3p ഫില്ലാവും. ദെൻ അത് കഴിഞ്ഞിട്ട് 3dയിലല്ല ഫില്ലാവുന്നത്, നേരെ ഏതിലാണ് ഫില്ലാവുന്നത്, 4s ഫില്ലാവുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. 3p കഴിഞ്ഞാൽ 4s ഫില്ലാവുന്നു, ദെൻ പിന്നെ ഫില്ലാവുന്നത് 3dയിലാണ്. ഇങ്ങനെയാണ് ആരോ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ 3dയിൽ ഫില്ലായി. ദെൻ അത് കഴിഞ്ഞിട്ട് 4p ഫില്ലായി. അത് കഴിഞ്ഞിട്ട് 4dയിലും 4fലും അല്ല ഫില്ലാവുന്നത്, നേരെ 5s ഫില്ലാവുന്നത്. ഓക്കെ, ദെൻ 5s കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4d, പിന്നെ 5p. 4fലല്ല 5p, ദെൻ 6s. അങ്ങനെയാണ് ഫില്ലാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ എനർജി ലെവൽ എങ്ങനെയാണ് ഫില്ലാവുന്നത് എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റും, 1s, അത് കഴിഞ്ഞാൽ 2s, ദെൻ 2p, ദെൻ 3s, അത് കഴിഞ്ഞാൽ 3p, ദെൻ 4s, അത് കഴിഞ്ഞാൽ 3d, 4p, 5s. അങ്ങനെ ആണ് പോകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എനർജി ലെവൽ ഫില്ലാവുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, 1s അല്ലേ. അപ്പോൾ അവിടെ ഹീലിയം ഹൈഡ്രജനൊക്കെയാണ് അവിടെ ഉള്ളത്. ദെൻ സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 2sഉം 2pയും. പിയെ നമ്മൾ 3 കോളങ്ങളാക്കിയിട്ട് എഴുതണമെന്ന് പറഞ്ഞു. അതിൽ മൊത്തം 6 ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയാണ്, 6 + 2 8. ഓക്കെ, അതിൽ ലിഥിയം മുതലൊക്കെ നിയോൺ വരെയാണ് അതിന് പറയുന്നത്. തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 3sഉം 3pയും. ഫോർത്ത് പീരീഡ് എന്ന് പറയുമ്പോൾ 4s 4d 4p. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്നത് SPDF സബ്ഷെല്ലുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് പീരിയോഡിക് ടേബിളിനെ മെയിനായിട്ട് 4 തരത്തിൽ തിരിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്കുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം S ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട് NS 1 to 2. ഓക്കെ, അപ്പോൾ S ബ്ലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഷെല്ലിലെ ഇലക്ട്രോൺസ്, ഓക്കെ, ദാറ്റ് ഈസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് എന്നത് എവിടെയാണോ നിൽക്കുന്നത്, എൻ്റർ ചെയ്യുന്നത്, ഏത് സബ് ഷെല്ലിലേക്കാണോ അത് എൻ്റർ ചെയ്യുന്നത്, അതായിരിക്കും അവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റിൽ കിടക്കുന്ന ലാസ്റ്റ് ഇലക്ട്രോണ് ഏത് ഓർബിറ്റിലാണോ ലാസ്റ്റ് ഫില്ലാവുന്നത്, ഏത് ഷെല്ലിലാണോ സബ് ഷെല്ലിലേക്കാണോ അത് ഫില്ലാവുന്നത്, ലാസ്റ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത്, അതായിരിക്കും അവിടുത്തെ ആ ഗ്രൂപ്പിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൽ നമ്മൾ പറഞ്ഞു എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി 2 ആണ്. അതിൽ ഒന്നുകിൽ
ഒന്ന് വരാം അല്ലെങ്കിൽ 2 വരാം. സോ നമ്പർ എന്ന് പറയുന്നത് 1 to 2ആണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ NS1 to 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ N സൂചിപ്പിക്കുന്നത് എന്താണ്? ഒന്നുകിൽ 1 ആവാം 2 ആവാം. അപ്പോൾ P പറയുമ്പോൾ 1 to 6 ആണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടെ നമ്പറിനെയാണ് ആ ഒരു N സൂചിപ്പിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ N എന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ S ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ, അതായത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ S ഓർബിറ്റലിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്, ലാസ്റ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണോ, ഏത് സബ് ഷെല്ലിലേക്കാണോ ഫില്ലാവുന്നത് അതായിരിക്കും അവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം പറയാം. എക്സാമ്പിളായിട്ട് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്, ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അതായത് മെറ്റൽസ് ആണ് അവയൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഹൈലി റിയാക്റ്റീവ് ആണ്, മെറ്റൽസിൻ്റെ കേസാണല്ലോ, അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആണെന്ന് പറയാം. ഇലക്ട്രോ പോസിറ്റീവ്, അതായത് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്, ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അവർ ഹൈലി റിയാക്റ്റീവ് ആണ്, റിയാക്റ്റീവ് മെറ്റൽസ് വിത്ത് ലോ അയണൈസേഷൻ എനർജി കുറവായിരിക്കും. പിന്നെ റിയാക്ടിവിറ്റി, ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നതോറും അവരുടെ റിയാക്ടിവിറ്റി കൂടുന്നു, മെറ്റാലിക് ക്യാരക്ടറൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണ് ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോസ് ചെയ്യുന്നത്, നടക്കുന്നത്, എത്ര ഇലക്ട്രോൺസിനാണ് ഗെയിൻ ഓർ ലോസ് ചെയ്യുന്നത്, അതാണ്. അതായത് ഒരു ആറ്റത്തിൻ്റെ ഫോർമൽ ചാർജാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 1 എന്ന് പറയുമ്പോൾ +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ ഫ്രം അയോണിക് കോമ്പൗണ്ട്സ് എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെറിലിയം, സോഫ്റ്റ് മെറ്റൽസ് ഹാവിങ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. എന്താ പറയുന്നത്? അയോണിക് കോമ്പൗണ്ട്സ് ആണിത് അല്ലേ. അതായത് അയോൺസിനെ ഒന്നെങ്കിൽ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് അതിൽ ലിഥിയവും ബെറിലിയവും ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഓക്കെ, ഹാവിങ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. അവർ സോഫ്റ്റ് മെറ്റൽസ് ആണ്. ലിഥിയവും ബെറിലിയവും ഒഴികെ ബാക്കിയെല്ലാം സോഫ്റ്റ് മെറ്റൽസ് ആണ്. അവർക്ക് എന്താണ്? മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഒക്കെ കുറവായിരിക്കും. പിന്നെ അവർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. S ബ്ലോക്ക് എലമെൻറ്റ്സ് എന്താണ്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? റിയാക്ഷനിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുണ്ട്, അവർ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണെന്നാണ് പറയുന്നത്. അവർക്ക് ഗെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിട്ടുകൊടുക്കുകയാണ് നല്ലത് അല്ല. അവർക്ക് ഒന്നാണ് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ 1 2 അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്? 4 താഴെയാണെങ്കിൽ എന്താണ്? അവർക്ക് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അവർക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആണെന്ന് പറയാം. ദെൻ മോസ്റ്റ് ഓഫ് ദം ഇമ്പാർട്ട് കളർ ടു ദ ഫ്ലെയിമിൽ എന്താണ്? കളർ കാണാനായിട്ട് സാധിക്കുന്നവയാണ് ഈ പറയുന്ന S ബ്ലോക്കിൽ വരുന്ന എലമെൻറ്റ്സ്. ഫ്ലെയിം ടെസ്റ്റിൽ കൂടെയൊക്കെ എന്താണ്? ഇവരുടെ കളർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നതാണ് P ബ്ലോക്ക് എലമെൻറ്റ്സ്. NS2 NP1 to 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അങ്ങനെയാണ്. അതായത് എന്താണ്? ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എൻറ്റേഴ്സ് ഇൻ ടു P ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അതിന് ഗ്രൂപ്പ് 13 മുതൽക്ക് 18 വരെയുള്ള എലമെൻസിനെയാണ് നമ്മൾ P ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇലക്ട്രോൺസ് വാരീസ് ഫ്രം NP1 to 6, അതായത് 1 മുതൽക്ക് 6 വരെയുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പിയുടെ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതായത് 1 മുതൽക്ക് 6 നമ്പർ വരെ ഫില്ലാവും. 6 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു സ്റ്റേജാണ്. ദെൻ ഓരോ ഗ്രൂപ്പിൻ്റെയും പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രൂപ്പ് 13 to 18 വരെയുള്ളത്. അതിൽ 13 എന്ന് പറയുന്നത് ബോറോൺ ഫാമിലി, 14 ആകുമ്പോൾ കാർബൺ ഫാമിലി, 15 എന്ന് പറയുന്നത് നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലോജൻസ് ആണ്, 18 എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ് ആണ്. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ സ്റ്റേബിളായിട്ട് നിൽക്കുന്നവയാണ്. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, സ്റ്റേബിളാണ്. അവരെന്താണ്? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് അല്ലെ. സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അവർക്ക് പിന്നെ ഒരു റിയാക്ഷനിലൊന്നും പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നു. ഓക്കെ, അവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ദെൻ കൺസിസ്റ്റ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അവരെന്ത് ചെയ്യുന്നു? ഈ P ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് ഉണ്ടായിരിക്കാം, നോൺ മെറ്റൽസ് ഉണ്ടായിരിക്കും, മെറ്റലോയിഡ്സ് ഉണ്ടായിരിക്കും. മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളവർ. നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ കഴിവുള്ളവരായിരിക്കും. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ 2 പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരാണ്. നമ്മളിത് 3 വിശദമായിട്ട്
പിന്നെ പഠിക്കുന്നുണ്ട്, അടുത്ത സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ്, മെറ്റൽസും ഉണ്ടായിരിക്കും, നോൺ മെറ്റലും മെറ്റലോയിഡ്സും ഉണ്ടായിരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ആർ നോൺ മെറ്റൽസ്. അവർക്ക് അതിൽ ഏറ്റവും കൂടുതലുള്ളത് നോൺ മെറ്റൽസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അവർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും പറയുന്നുണ്ട്. അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല അല്ലേ. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? N-1 D 1 to 10 NS2. ഓക്കെ, ഇവിടെ എന്താണ്, നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, ഡി ബ്ലോക്കിൽ എപ്പോഴും എങ്ങനെയാണ്, എസ് നിൽക്കുന്നത് ഏതാണോ അതിൻ്റെ ഒരെണ്ണം കുറവായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് 3s 3pയും കഴിഞ്ഞിട്ട് 4sലാണ് ഇലക്ട്രോൺ ഫില്ലാവുന്നത് അല്ലേ. എനർജി കുറഞ്ഞവയിൽ നിന്നും കൂടിയതിലേക്ക് എത്തുമ്പോൾ 3p കഴിഞ്ഞാൽ 3d അല്ല വരുന്നത്, 4s ആണ് വരുന്നത്. 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പറയുക, എസ് എവിടെയാണോ നിൽക്കുന്നത്, എസ് നിൽക്കുന്നത് ഏതാണോ അതിൻ്റെ ഒരെണ്ണം കുറവായിരിക്കും എന്നാണ് ഡി ബ്ലോക്കിൽ പറയുന്നത്. അതായത് ഇപ്പോൾ എസ് എന്ന് പറയുന്നത് 4s ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3d ആയിരിക്കും. അതായത് N-1 ഒന്ന് കുറവായിരിക്കും. അപ്പോൾ എസ് എന്ന് പറയുന്നിടത്ത് 6 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും, ഒന്ന് കുറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ പറയുന്ന ഡി ബ്ലോക്കിലുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അവിടെ പിയുടെ കാര്യം എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. NS2 N-1 D 1 to 10 എഴുതിയാലും മതി. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡി ബ്ലോക്കിൽ എൻ്റർ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. 3 മുതൽക്ക് 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് ഈ പറയുന്ന ഡി ബ്ലോക്കിൽ പെടുന്നത്. ദെൻ അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓൾ ആർ മെറ്റൽസ്, എല്ലാവരും മെറ്റൽസ് ആയിരിക്കും. ദെൻ മോസ്റ്റ് ഓഫ് ദം ആർ കളേർഡ്, അവർക്ക് കളർ ഉണ്ടായിരിക്കും. ദെൻ ആൾ ഓഫ് ദം ആർ സോളിഡ് എക്സെപ്റ്റ് മെർക്കുറി, മെർക്കുറി ഒഴികെ ബാക്കി എല്ലാവരും ഒരു സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഒന്ന് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ നമുക്ക് വൺ വേർഡായിട്ട് ചോദിച്ചു എന്ന് വരാം. മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ബാക്കി എല്ലാവരും എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ദെൻ ഫോർമേഷൻ ഓഫ് കളേർഡ് അയൺസ് ആൻഡ് ഷോ വേരിയബിൾ വാലൻസീസ് വേരിയബിൾ ആയിരിക്കും, കളേർഡ് ആയിട്ടുള്ള അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ദെൻ സിങ്കും കാഡ്മിയവും അതുപോലെ മെർക്കുറിയും, അതൊന്ന് ഓർത്ത് വയ്ക്കുക. സിങ്കും കാഡ്മിയവും മെർക്കുറിയും എന്ന് പറയുന്നത് എന്താണ്, മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കില്ല. അതായത് അവർക്ക് എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണത്. അതായത് സ്റ്റേബിൾ ആയതിനാൽ എന്താണ്, റിയാക്ഷൻസിലൊന്നും ഏർപ്പെടുന്നില്ല. അപ്പോൾ അവർ ആ ഒരു മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കാത്തവയാണ് ഈ പറയുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഓക്കെ, ഈ 3 എണ്ണം. ദെൻ ഈ പറയുന്ന പി ബ്ലോക്ക് എലമെൻറ്റ്സ് എസിൻ്റെയും അതുപോലെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എസിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ആ ഒരു സെയിം പ്രോപ്പർട്ടീസൊക്കെ ഇവർ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഡി ബ്ലോക്കിന് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്, ഇവർക്ക് എസ് ബ്ലോക്കിൻ്റെയും അതുപോലെ പി ബ്ലോക്കിൻ്റെയും ഒരു പ്രോപ്പർട്ടീസ്, അവർ രണ്ടുപേരുടെയും ഒരു സെയിം പ്രോപ്പർട്ടീസ് ഈ പറയുന്ന ഡി ബ്ലോക്കും കാണിക്കുന്നു, ആ എലമെൻറ്റ്സും കാണിക്കുന്നു. അതുകൊണ്ടാണ് അവർ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റായിട്ടൊക്കെ അവരെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡി ബ്ലോക്കിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് അവർ പറയുന്ന മറ്റൊരു പേര്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. അതായത് ഡി ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്, എസ് നിൽക്കുന്നതിൽ നിന്നും ഒന്ന് കുറഞ്ഞതാണ് ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ എഫ് ബ്ലോക്ക് എങ്ങനെയായിരിക്കും, അപ്പോൾ എസിൻ്റെ 2 കുറയുന്നതാണ് എഫ് എന്ന് പറയുന്നത്, എഫ് ബ്ലോക്കിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ലാസ്റ്റ് എഫ് ഓർബിറ്റലിലായിരിക്കും ലാസ്റ്റ് എൻ്റർ ചെയ്യുന്നത്. എസ്സിന്ന് 2 കുറയുന്നതാണ് എഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ 6x ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എഫ് എങ്ങനെയായിരിക്കും, 4f ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3d എന്ന് പറയുന്നത് അവിടുത്തെ 5du ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ 10s ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും, എഫ് എന്ന് പറയുന്നത് 8 ആയിരിക്കും, എഫ് എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് 9d ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ എഴുതിയെന്നുള്ളൂ കേട്ടോ. എസ്സിൽ നിന്നും 2 കുറയുന്നതാണ് എഫ് ബ്ലോക്കിലുള്ള എലമെൻറ്റ്സിന് പറയുന്നത്. ഓക്കെ, ദെൻ ലാന്തനോയിഡ്സ് പ്ലസ് ആക്ടിനോയിഡ്സ്. ഈ പറയുന്ന എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ചെയ്യുന്നതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഡി ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് പറയുന്നത് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് പറയുന്നത്.
ദെൻ അവരെ ആൾസോ കോൾഡ് റയർ എർത്ത് മെറ്റൽസ് എന്നും കൂടി പറയുന്നുണ്ട്. കാരണം എന്താണ്, അവർ എർത്തിൻ്റെ ക്രസ്റ്റിൽ റയറായിട്ട് കാണപ്പെടുന്നവയാണ്. അതുകൊണ്ടാണ് അവരെ റയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെന്താണ്, എല്ലാതും മെറ്റൽസ് ആണ്. പക്ഷേ ലാന്തനോയിഡ്സിൽ പ്രോമെത്തിയം എന്ന് പറയുന്നത് ഒഴികെ ബാക്കി എല്ലാതും, അതായത് പ്രോമെത്തിയം എന്ന് പറയുന്നത് എന്താണ്, റേഡിയോ ആക്റ്റീവാണ്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം. പ്രോമെത്തിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് ഷോ ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റൊക്കെ ലാർജായിട്ട് കാണിക്കുന്നവയാണ് ആക്ടിനോയിഡ്സിൽ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുറേനിയം 92 പീരിയോഡിക് ടേബിളിൽ 92ാമത്തെ എലമെൻറ്റ് വരെയാണ് പ്രകൃതിയിൽ, അതായത് നാച്ചുറലി ഒക്കെയർ ചെയ്യപ്പെടുന്ന എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം വരുന്നവയെല്ലാം എന്താണ്, മാൻമെയ്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്, നമ്മൾ സിന്തറ്റിക്കലി ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എലമെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. യുറേനിയം 92 വരെയാണ് നാച്ചുറലി ഒക്കെയർ ചെയ്യുന്ന എലമെൻറ്റ്സ്. ബാക്കി അവിടെ നിന്നെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നവയാണ്, മാൻമെയ്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അതിനെയാണ് ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ്, അതായത് ഈ പറയുന്ന മാൻമെയ്ഡ് എലമെൻറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പ്രിപ്പയർഡ് ബൈ ന്യൂക്ലിയർ റിയാക്ഷൻസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ. ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി, ന്യൂക്ലിയർ റിയാക്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഈ പറയുന്ന മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ എലമെൻസിനെയും പ്രിപ്പയർ ചെയ്യുന്നത്. കൃത്രിമമായിട്ട് ന്യൂക്ലിയർ റിയാക്ഷൻസ് വഴിയാണ് ഈ പറയുന്ന എലമെൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന പ്രോസസ്സ്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് ഓർത്ത് വയ്ക്കുക. യുറേനിയം 92 വരെയാണ് നാച്ചുറലായിട്ട് ഒക്കെയർ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്നും ഓർത്ത് വയ്ക്കുക. ദെൻ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷനിൽ എങ്ങനെയാണ് നടത്തുന്നത്? കൺവേർഷൻ ഓഫ് വൺ എലമെൻറ്റ് ടു അനദർ ബൈ ബൊംബാർഡിങ് വിത്ത് സ്യൂട്ടബിൾ പ്രൊജക്റ്റൈൽസ്, ന്യൂട്രോൺ, പ്രോട്ടോൺ എക്സെട്ര. എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്? നമുക്ക് അതായത് ഈ പറയുന്ന എലമെൻറ്റിനെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ബൊംബാർഡിങ് വിത്ത് സ്യൂട്ടബിൾ പ്രൊജക്റ്റൈൽസ് ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. പ്രോട്ടോണോ അല്ലെങ്കിൽ ന്യൂട്രോണോ പോലുള്ളവയൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന എലമെൻറ്റിനെ നമ്മൾ ബൊംബാർഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ഒക്കെ പറഞ്ഞല്ലോ. ഏത് ബ്ലോക്കിലാണ് പറഞ്ഞത്? പി ബ്ലോക്കിൽ അല്ലേ. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് നോക്കാം. മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ ദ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അവർ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിനെയൊക്കെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നവരാണ്. ദെൻ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദെൻ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോപ്പർട്ടിയുടെ ഇടയ്ക്ക് നിൽക്കുന്നത്. മെറ്റൽസ് എന്ന് പറയുന്നത് ഹീറ്റിനും ഇലക്ട്രിസിറ്റിയും നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ പുവറാണ്, അവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് പുവറാണ്, കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്, അതായത് ഹാവ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെൻസാണ് ഈ പറയുന്ന മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. രണ്ട് പ്രോപ്പർട്ടി, രണ്ടിൻ്റെയും കൂടി ഇടയ്ക്ക് നിൽക്കുന്നത്. മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഡക്റ്റൈലാണ്, സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ കനം കുറഞ്ഞ വയേഴ്സായിട്ട് വലിച്ചു നീട്ടാം, അടിച്ചു പരത്താം, അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ലെസ്ട്രസ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ വാട്ടറിൻ്റെ കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊറോഷൻ എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് കിട്ടും. നമ്മൾ പഠിച്ചാണ് കൊറോഷന് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പഠിച്ചാണ് ഇതിൻ്റെ മുന്നേ ചാപ്റ്ററിൽ അല്ലേ. നമ്മൾ റെസ്റ്റ് ഓഫ് അയേണൊക്കെ പറഞ്ഞു ആ കേസിൽ. അപ്പോൾ എന്താണ്, വാട്ടറിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കൊറോഷൻ സംഭവിക്കുന്നു. നോൺ മെറ്റൽസ് ആകുമ്പോൾ എന്താണ്, നോട്ട് ഡക്റ്റൈൽ ആൻഡ് മാലിയബിൾ, അടിച്ച് പരത്താനോ വലിച്ചു നീട്ടാനോ അങ്ങനെയുള്ളതിനൊന്നും പറ്റില്ല. പിന്നെ സോളിഡ് നോൺ മെറ്റൽസ് ആർ ബ്രിട്ടൈൽ ആൻഡ് ബ്രേക്ക് ഈസിലി. എന്താണ്, ഇവയൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, ബ്രിട്ടൈലാണ്. അത് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഡള്ളായിരിക്കും. നമ്മൾ മെറ്റൽസിൻ്റെ കേസിൽ പറഞ്ഞത് അവർ ലെസ്ട്രസ് ആണ്, നല്ല തിളക്കമുള്ളതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നോൺ മെറ്റൽസ് ആകുമ്പോൾ അവർ ഡള്ളായിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാവുക. പിന്നെ മെനി നോൺ മെറ്റൽസ് ആർ ഗ്യാസസ്, അതായത് ഒരുവിധം നോൺ മെറ്റൽസൊക്കെ ഗ്യാസസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാൻ ബി ഷൈനി ഓർ ഡൾ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന പ്രോപ്പർട്ടീസ് കാണിക്കുന്നവയാണ് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ മെറ്റൽസ് ഷൈനി ആയിട്ടുള്ളതാണ്, നോൺ മെറ്റൽസ് ഡൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ മെറ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് വേണിച്ചാലും കാണിക്കാം, ഷൈനി ആവാം അല്ലെങ്കിൽ ഡൾ ആവാം. പിന്നെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിരിക്കും. പിന്നെ ഡക്റ്റൈലാണ്, മാലിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെറ്റലോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെൻറ്റ് ഹൈഡ്രജനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്?
ഹാസ് എ ക്ലാസ് ഓഫ് ഇറ്റ്സ് ഓൺ. എന്താ പറയുന്നത്, പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സൊന്നും നമ്മൾ പറയില്ല, അതിൻ്റേതായ ഒരു ക്ലാസ്സാണ്. അതായത് രണ്ട് ഗ്രൂപ്പിലും ഉൾപ്പെടുന്നതാണ് ഈ ഹൈഡ്രജൻ അല്ലേ. മെറ്റലായും അതുപോലെ നോബിൾ ഗ്യാസ് ആയിട്ടൊക്കെ രണ്ടിലും പറയുന്നതാണ് ഹൈഡ്രജൻ. പിന്നെ പറയുന്നത് അറ്റ് ദ റൂം ടെമ്പറേച്ചർ ഡയാറ്റോമിക് ആൻഡ് റിയാക്റ്റീവ് ഗ്യാസ്. എന്താ പറയുന്നത്, റൂം ടെമ്പറേച്ചറിൽ അത് ഡയാറ്റോമിക് ആയിട്ട്, അതായത് സ്റ്റേബിളാകാൻ 2 ഇലക്ട്രോൺ മതി. അപ്പോൾ 2 ഇലക്ട്രോൺ ഒരുമിച്ചാണ് ഡയാറ്റോമിക് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഗ്യാസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ അതിലുള്ള ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് അതിൻ്റെ എനർജി ലെവലിൽ പറയുന്നത്. പിന്നെ ഹൈഡ്രജൻ നീഡ്സ് 1 ഇലക്ട്രോൺ ടു ഫിൽ അപ്പ് ഇറ്റ്സ് വാലൻസ് ഷെൽ. നമ്മൾ ഒക്ടറ്റ് റൂളൊക്കെ പറയുന്നുണ്ട്. അതെന്താണ്, വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് ഒരു എലമെൻറ്റ് സ്റ്റേബിൾ ആവുന്നതെന്നൊക്കെ പറയുന്നത് അല്ലേ. പക്ഷേ ഹൈഡ്രജൻ്റെ കേസിൽ നമ്മൾ ഈ പറയുന്ന ഒക്ടറ്റ് റൂൾ വെച്ച് പറയാറില്ല. ആ കേസിൽ എന്താ പറയുന്നത് വെച്ചാൽ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ മതി ഹൈഡ്രജൻ്റെ കാര്യത്തിൽ. സോ ആൾറെഡി അവിടെ ഒന്നുണ്ട്, പിന്നെ ഒരു ഇലക്ട്രോണിനെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഹൈഡ്രജൻ സ്റ്റേബിളായി. ഓക്കെ. ദെൻ ആൽക്കലി മെറ്റൽസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്, അപ്പം ഓടിച്ച് പറയാം. ആൽക്കലി മെറ്റൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ അവരെന്താണ്, ഷൈനിയാണ്, ലെസ്ട്രസ് ആണ്, അവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും, മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. പിന്നെന്താണ്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും, വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ പറഞ്ഞു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ദെൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2 എലമെൻസിനെയാണ് നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഹാവ് 2 വാലൻസ് ഇലക്ട്രോൺസ് 2 ദെൻ അടുത്തതാണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. എക്സാമ്പിളായിട്ട് കോപ്പർ, ടിന്ന്, സിങ്ക് ഒക്കെ പറയാൻ കഴിയും. അടുത്ത് പറയുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൂപ്പ് 1 and 2 ആൻഡ് 13 to 18. ഏതൊക്കെയാണ്, ഗ്രൂപ്പ് 1 to 2 എന്ന് പറയുമ്പോൾ ഏതാണ്, എസ് ബ്ലോക്ക് അല്ലേ. 13 to 18 എന്ന് പറയുമ്പോൾ എന്താണ്, പി ബ്ലോക്ക് അല്ലേ. അപ്പോൾ എസ്സും പിയും ബ്ലോക്കുകൾ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എസ്സും പിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ഗ്രൂപ്പുകളിലും പെടുന്ന എലമെൻറ്റ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ എന്താണ്, അതായത് രണ്ടിൻ്റെയും എസ്സിൻ്റെയും പിയുടെയും പ്രോപ്പർട്ടീസ് ഒരുമിച്ച് കാണിക്കുന്നു. ഓക്കെ, അതിൽ മെറ്റൽസ് ഉണ്ടായിരിക്കും, നോൺ മെറ്റൽസ് ഉണ്ടായിരിക്കും, അതുപോലെ മെറ്റലോയിഡ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ റിയാക്ടിവിറ്റി, അതായത് റിയാക്റ്റീവ് ആണോ അല്ലെങ്കിൽ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് അവരുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ബേസിസിലാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ പ്രോപ്പർട്ടീസ് ആർ സിമിലർ വിത്ത് എ ഗ്രൂപ്പ് ബട്ട് ഫസ്റ്റ് എലമെൻറ്റ് ടെൻസ് ടു ആക്റ്റീവ് ഡിഫറെൻ്റ്ലി. എന്താ പറയുന്നത്, എപ്പോഴും ആദ്യം നിൽക്കുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആ ഗ്രൂപ്പിലെ മറ്റുള്ള എലമെൻറ്റ്സുകളുടെ പ്രോപ്പർട്ടിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതാണ് ഈ പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൻ്റെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ്, ആദ്യം നിൽക്കുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ബാക്കിയുള്ള എലമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ആ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കാരണം എന്താണ്, ഡ്യൂ ടു ദെയർ സ്മോളർ സൈസ്. അവരുടെ ആ ഒരു സൈസ് സ്മോളർ സൈസ് ആയതുകൊണ്ട് തന്നെ ആദ്യം നിൽക്കുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി മറ്റുള്ളവയിൽ നിന്നും ഡിഫറെൻ്റ് ആക്കിയിരിക്കും. ഓക്കെ. ദെൻ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. എന്തൊക്കെയാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്, എലമെൻറ്റ്സിൻ്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസ്. അത് നമുക്ക് ആദ്യം പറയാനുള്ളതാണ് അറ്റോമിക് റേഡിയസ്. എന്താണ് അറ്റോമിക് റേഡിയസിൽ പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു ആറ്റത്തെ നമ്മൾ സർക്കിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന്, അതായത് സെൻറ്ററിൽ നിന്നും ഏറ്റവും പുറത്തെ ഷെല്ലിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കുക, അതായത് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ന്യൂക്ലിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ന്യൂക്ലിയസിൽ നിന്നും ആറ്റത്തിൻ്റെ ആ ഒരു ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിലേക്കുള്ള ദൂരം, അതാണ് അറ്റോമിക് റേഡിയസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എൻ ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണിലേക്കുള്ള ദൂരമാണ് ഇവിടുന്ന് ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം. അതാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ദെൻ അതിനെ തന്നെ നമുക്ക് 2-3 റേഡിയസുകൾ പറയാനുണ്ട്. കോവാലൻ്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, അതേപോലെ വാണ്ടർവാൾസ് റേഡിയസ്. ഓക്കെ, എന്താണ് കോവാലൻ്റ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവാലൻ്റ് ബോണ്ട് അല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. കോവാലൻ്റ് ബോണ്ട് ആറ്റങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിൻ്റെ ഹാഫാണ് കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഓഫ്
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയൈ ഓഫ് ടു ലൈക്ക് ആറ്റംസ് ബൗണ്ടഡ് ബൈ എ സിംഗിൾ കോവാലൻറ്റ് ബോണ്ട്. കോവാലൻറ്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് അതിൻ്റെ ഹാഫാണ് കോവാലൻറ്റ് റേഡിയസ് എന്ന് പറയുന്നത്. ദെൻ മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റൽ ലാറ്റിസിൽ കിടക്കുന്ന രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിൻ്റെ ഹാഫ്. ഓക്കെ, ദ ഹാഫ് ഓഫ് ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ആറ്റംസ് ഇൻ ദ മെറ്റാലിക് ലാറ്റിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് വാണ്ടർവാൾസ് റേഡിയസ്. എന്താണ് വാണ്ടർവാൾ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബിൾ ഗ്യാസസിൻ്റെ കേസിലാണത് പറയുന്നത്. വളരെ വീക്കായിട്ടുള്ളതായിരിക്കും ഈ ഒരു വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത്. ബിക്കോസ് അവർ എന്താണ്, നോബിൾ ഗ്യാസസ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളതാണ് അല്ലേ. സോ അവരെന്താണ് ലെസ് റിയാക്റ്റീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റേബിളായി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ പ്രത്യേകിച്ച് റിയാക്ഷനിലൊന്നും ഏർപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് വാണ്ടർവാൾ റേഡിയസ് കാണുന്നത്? ഹാഫ് ഓഫ് ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയ ഓഫ് നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസിൻ്റെ കേസിലാണ് പറയുന്നത് പറഞ്ഞു. ഓക്കെ, ദെൻ ഈ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെയായിരിക്കും എന്നാണ് അടുത്ത് പറയുന്നത്. ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും? അതായത് താഴേക്ക് പോകും തോറും എങ്ങനെയാണ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുംതോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്താണ്, അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, താഴേക്ക് വരുംതോറും നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. ഷെല്ലുകൾ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയസിൽ നിന്നും വളരെ ദൂരത്തേക്ക് പോകുന്നു അല്ലേ. സൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഷെല്ലുകളുടെ എണ്ണം കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്, സൈസ് ഇൻക്രീസ് ചെയ്യുക, ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫാർ എവേ ഫ്രം ന്യൂക്ലിയസ്. സോ അവിടെ ഉണ്ടാകുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും അകന്ന് പോകുമ്പോൾ എന്താണ്, അട്രാക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ദൂരം, ഡിസ്റ്റൻസ്, അതാണല്ലോ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്, അത് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പീരിയഡിൽ എന്താ സംഭവിക്കുന്നത്, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്നതോറും എന്താണ്, ഷെല്ലുകളുടെ എണ്ണം അവിടെ വ്യത്യാസപ്പെടുന്നില്ല. ഒരേ ഷെല്ലിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പിയിലാണെന്ന് നമ്മൾ പറഞ്ഞത് ഒന്ന് വരുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് ആ ഷെല്ലിലാണ്. അങ്ങനെ എന്താണ്, ഒരേ ഷെല്ലിലേക്ക് തന്നെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മോർ ഇലക്ട്രോൺസ് ആർ ആഡഡ് ഇൻ ഇറ്റ്, ഒരുപാട് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്താണ്, നെഗറ്റീവ് ചാർജ് കൂടും അല്ലേ. ഒരേ ഷെല്ലിലേക്ക് തന്നെ ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസാണ് വന്ന് ചേരുന്നത്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് കൂടും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസ്. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ഇവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു, കുറയുകയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിലെ അറ്റോമിക് റേഡിയസ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു, കൂടുന്നു. പീരിയഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ കൂടുന്നു, പീരിയഡിൽ കുറയുന്നു. കാരണം ഡ്യൂ ടു ദ സ്മോളർ സൈസ് ഓഫ് ആറ്റം. ഓക്കെ, ആറ്റത്തിൻ്റെ സൈസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ആറ്റം കാറ്റയോൺ ആവുന്നു, ഗെയിൻ ചെയ്യുമ്പോൾ ആനയോൺ ആവുന്നു. അതിൽ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അയണൈസേഷൻ എൻതാൽപ്പി. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്, എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ വാലൻസ് ഇലക്ട്രോൺസ് ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. എന്താണ്, വാലൻസ് ഇലക്ട്രോൺസിനെ ആറ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ആറ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് എന്ത്, അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് അല്ലേ. ഇനി അത് ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും, പീരിയഡിൽ എങ്ങനെയായിരിക്കും? ഗ്രൂപ്പിൽ എങ്ങനെയാണ്, ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്നതോറും എന്താണ്, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലേ. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അറ്റോമിക് റേഡിയസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു. താഴേക്ക് വരുന്നതോറും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറയുന്നു. ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറയുക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ കുറയുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ ആ ഒരു വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അവിടെ നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ മതി. ദെൻ പീരിയഡിലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും അയണൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവിടെ ആറ്റത്തിൻ്റെ സൈസ് കുറയുകയാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരേ ഷെല്ലിലേക്ക് തന്നെയാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് അവിടെ കുറയുന്നു. ആറ്റത്തിൻ്റെ സൈസ് കുറയുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ന്യൂക്ലിയസ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. ആ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ഹൈ എമൗണ്ട് ഓഫ് എനർജി നമുക്കവിടെ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. പീരിയഡിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്തോറും അയണൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, ടെൻഡൻസി ടു അക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർ. അതായത് എന്താണ്, നമ്മൾ പഠിച്ച കാര്യമാണ്, ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു പെയറിനെ പൂർണ്ണമായും ഒരു ആറ്റത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, സ്വമേധയെ വിട്ടുകൊടുക്കുന്നില്ല, എന്ത് ചെയ്യുന്നു, ആ ഒരു ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഇലക്ട്രോൺ പെയറായിട്ട് നിൽക്കുന്നതായിരിക്കും. അതിനെ പൂർണ്ണമായിട്ടും ഒരു ആറ്റത്തിന് വലിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരിയഡിലും, ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ അതേ ഒരു റീസൺ തന്നെയാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. പീരിയഡിലാവുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. എന്താണ്, ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് ആനോണായിട്ട് മാറുന്ന സമയത്ത് പുറത്തു വിടുന്ന എനർജി, അതാണല്ലോ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴാണ് എന്ത്, ആനോയിനായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് വിടുന്ന എനർജിയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരിയഡിലും, ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യുന്നു. പീരിയഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, മുകളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു റീസൺ വെച്ചിട്ടൊന്ന് ആലോചിച്ച് കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ദെൻ അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പീരിയോഡിസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ന്യൂക്ലിയർ ചാർജ്, പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ന്യൂക്ലിയർ ചാർജിൻ്റെ കേസ് പറയുമ്പോൾ കൂടുതൽ ന്യൂക്ലിയർ ചാർജ് ഉണ്ടാകുമ്പോൾ എന്താണ്, അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അറ്റോമിക് സൈസ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഹൈ അയണൈസേഷൻ എനർജിയൊക്കെ കൊടുക്കേണ്ടി വരും. ദെൻ നമ്മൾ അറ്റോമിക് ആൻഡ് അയണിക് സൈസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ്, ഹാഫ് ഓർ ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻസ് ആർ മോർ സ്റ്റേബിൾ. എന്താണ്, ഹാഫായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ അവരുടെ കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, ഹൈ എമൗണ്ട് ഓഫ് എനർജി അവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഷീൽഡിങ് എഫക്റ്റ്, പൊതിഞ്ഞ് വയ്ക്കുക. അതായത് ന്യൂക്ലിയസിനെ ഷീൽഡ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഈ പറയുന്ന എസ്, പി, ഡി, എഫ് ഷെല്ലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഷീൽഡിങ് എഫക്റ്റ് വരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ അവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഷീൽഡ് ചെയ്യാണ്, ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്, പുറത്ത് നിൽക്കുന്ന ഇലക്ട്രോൺസുമായുള്ള അട്രാക്ഷൻ ഷീൽഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷീൽഡിങ് എഫക്റ്റ് ഡിറ്റർമൈൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് വാലൻസ് ഇലക്ട്രോൺസ്. ന്യൂക്ലിയസും വാലൻസ് ഇലക്ട്രോൺസും തമ്മിലുള്ള ആ ഒരു അട്രാക്ഷനെ അവരവിടെ ഷീൽഡ് ചെയ്ത് വെക്കുന്നു. ദെൻ നേച്ചർ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഷീൽഡ് ചെയ്യുന്ന വെച്ചുകൊണ്ട്, അതായത് ന്യൂക്ലിയസിൻ്റെ ചുറ്റുമാണ് ഈ പറയുന്ന എസും പിയും ഡിയും എഫും ഒക്കെ വരുന്നത് പറഞ്ഞു. അപ്പോൾ എസ് ഷെല്ലാണ് എന്ത്, ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കേണ്ടത് എസ് ഓർബിറ്റിലാണ്, ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ അല്ലേ. അത് ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് അട്രാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എഫിലേക്ക് എത്തുന്നതോറും ലെസ് എനർജി ആയിരിക്കും അവിടെ വേണ്ടി വരിക. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയാനുള്ളത്. അതിൽ മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിൾ മുതൽക്കുള്ളത് കാര്യമായിട്ടൊന്ന് നോക്കുക. അപ്പം ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൂടി ഇടുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ ഇത്രയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്തൊരു ചാപ്റ്ററായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്